السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وصلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا. أما بعد، فيا أيها المؤمنون اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أشراطها فأنى لهم إذا جاءتهم ذكراهم. وقال نبينا وحبيبنا وشفيعنا محمد صلى الله عليه وسلم: أنا والساعة كهاتين. صدق الله وصدق رسوله النبي الكريم. സമാദരണീയരായ ഉലമാക്കൾ, സ്നേഹനിധികളായ മുതഅല്ലിമീങ്ങൾ, ആദരണീയരായ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മജ്ലിസിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മരണാനന്തരമുള്ള ജീവിതത്തിൽ പാരത്രിക ലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തുലാസിൽ തൂക്കം കൂട്ടുന്ന സുഹൃതമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽ ജാമിയത്തുൽ ഇസ്ലാമിയ നജ്മുൽ ഹുദ, നമ്മുടെ തറവാട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുകയും കാലം കഴിയുന്തോറും തലയെടുപ്പോടുകൂടി ലോകത്തിന് മുമ്പിൽ വിണ്ണിലെ നജ്മായി തിളങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന് വേണ്ടുന്ന എല്ലാവിധ വെള്ളവും വളമൊക്കെ നൽകി ഈ രൂപത്തിൽ നമുക്ക് സജ്ജമാക്കിയ ബഹുമാനപ്പെട്ട മർഹൂം ഇബ്രാഹിം ഹാജി, നമ്മുടെ ആത്മീയ പിതാവ്, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിടം അല്ലാഹു പ്രകാശപൂരിതമായി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ വിരിപ്പളി വിരിക്കപ്പെട്ട ഖബറായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ സ്ഥാപനം ആഗ്രഹിക്കുന്നത് പോലെ ലോകത്തിൽ നമ്മുടെ സ്ഥാപനത്തിന് കരകരമാകിയ വിജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജാമിയ നജ്മുൽ ഹുദയുടെ 44-ാം വാർഷികം സനദ്ദാന മഹാസമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 2ാം ദിനത്തിലെ 2ാം സെഷനിലാണ് നാം നിലകൊള്ളുന്നത്. ഇവിടെ ഫിഖ് സെമിനാറാണ് എന്ന് പറഞ്ഞാൽ ആധുനിക ലോകത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെയുള്ള സെമിനാർ. ഒന്നാമത്തേത് ഖിയാമത്ത് നാള്, ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ ഒരു വിഷയമല്ല.
അതേപോലെ തന്നെ അതിൻ്റെ അടയാളമായിട്ട് പറയാൻ പറ്റുന്ന ഓൺലൈൻ ബിസിനസ്സുകൾ, ക്രിപ്റ്റോ കറൻസി, ഷെയർ മാർക്കറ്റിംഗ്, റൂൾസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗോൾഡ് സ്കീം, ഇങ്ങനെ തുടങ്ങുന്ന പുതിയ പുതിയ സംരംഭങ്ങൾ, അതിൽ ഹലാൽ എന്താണ്, ഹറാം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ചർച്ച. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കപ്പെട്ട സമയത്തിൽ ചുരുങ്ങിയ വാക്കുകളിലൂടെ കാര്യം നിർവഹിക്കാണ് തൗഫീഖ് അല്ലാഹു നസീബാക്കുമാറാവട്ടെ. ലോകാവസാനം, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ, ഒരു വിശകലനം എന്നുള്ളതാണ് ഒന്നാമത്തെ ചർച്ച. ലോകാവസാനത്തെക്കുറിച്ച് മനുഷ്യർ 3 തരത്തിലാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുന്നത്. ഒന്ന്, അല്ലദീന ആമനു, അന്ത്യദിനത്തിൽ ലോകത്തിൻ്റെ അവസാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം. രണ്ടാമത്തത് അല്ലദീന ലാ യുഅ്മിനൂന ബിഹ, അതിനെക്കുറിച്ച് വിശ്വാസമില്ലാത്തവർ. മൂന്നാമത്തത് അല്ലദീന യുമാറൂന ഫിസ്സഅ, അന്ത്യദിനത്തിൻ്റെ ലോകാവസാനത്തിൻ്റെ വിഷയത്തിൽ ചർച്ചകൾ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നവർ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത് ഇന്ന സഅത ലആതിയതുൻ ലാ റൈബ ഫീഹാ, തീർച്ചയായും ലോകം അവസാനിക്കും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. ലൈസ ലിവഖഅതിഹാ കാദിബ, അതിൻ്റെ സംഭവ്യതയെ വ്യാജമാക്കുന്ന, കളവാക്കുന്ന ഒന്നും തന്നെയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ സത്യവിശ്വാസികളുടെ അവസ്ഥ എന്താണ്, സത്യനിഷേധികളുടെ അവസ്ഥ എന്താണ്, ഈ അന്ത്യലോകാവസാനം ഉണ്ടാകുമോ ഇല്ലെന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ്? സത്യവിശ്വാസികൾ, അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു വല്ലദീന ആമനു മുഷ്ഫിഖൂന മിൻഹാ, ലോകാവസാനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അതിനെക്കുറിച്ച് ഭയവിഹ്വലരാണ്. ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഓരോ സത്യവിശ്വാസിയും ചിന്തിക്കുന്നത് അവൻ്റെ സാഅത്തിനെ കുറിച്ചാണ്, അവൻ്റെ ആയുസ്സിൻ്റെ അവസാനത്തെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപരിഷ്കൃതരായ ഗ്രാമീണരായ ഒരു ജനവിഭാഗം വന്നിട്ട് ചോദിക്കണം, മത്തസ്സാ, അള്ളാഹുവിൻ്റെ റസൂൽ ഖിയാമത്ത് നാൾ, ലോകത്തിൻ്റെ അവസാനം എന്നാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആഗതരിൽപ്പെട്ട ഏറ്റവും ചെറിയ കുട്ടിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇൻ യഇഷ് ആദാ ലാ യുദ്രികുഹു അൽ ഹറമു ഹത്താ തഖൂമ അലൈക്കും സാഅതുകും. ഈ ചെറിയ പയ്യൻ അവൻ വളർന്ന് വാർദ്ധക്യത്തിലെത്തുക. ആ വാർദ്ധക്യത്തിൽ എത്തുന്നതിന് മുമ്പ് തഖൂമു അലൈക്കും സഅതുകും, നിങ്ങളുടെ ആയുസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് ഉണ്ടാവും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നാം ആദ്യമായി ചിന്തിക്കേണ്ടത് നമ്മുടെ സഅത്തിനെ കുറിച്ചാണ്. എൻ്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും മരണം, ആ മരണത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതം, നൈമിഷികമായ ഭൂമി ലോകത്ത് ചെയ്തു കൂട്ടുന്ന നന്മകളുടെയും തിന്മകളുടെയും തിക്തഫലം അനുഭവിക്കാനുള്ള ആ മഹ്ശറ മൈതാനിൽ ഹാജരാക്കപ്പെടുന്ന സന്ദർഭം, ഇതിനെക്കുറിച്ചായിരിക്കണം ലോകാവസാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഓരോ സത്യവിശ്വാസിയുടെ ഉള്ളകത്ത് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് അല്ലദീന ആമനു മുഷ്ഫിഖൂൻ, അവർ ഭയവിഹ്വലരാണ്, അവർ പേടിക്കുന്നവരാണ്, അവർക്ക് അവരുടെ അന്ത്യത്തെക്കുറിച്ചുള്ള ചിന്തയാനുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നാൽ ലോകാവസാനത്തിൽ വിശ്വാസമില്ലാത്തവരാണെങ്കിലോ യസ്തഅ്ജുലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ, ലോകാവസാനത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ആൾക്കാർ എപ്പോഴാണ് ഉണ്ടാവുക അത് ധൃതിപ്പെട്ടുകൊണ്ടേയിരിക്കും. യസ്അലൂനക അനി സഅതി അയ്യാന മുർസാഹ, എപ്പോഴാണ് ഈ ഖിയാമത്ത് ലോകാവസാനം ഉണ്ടാവുക എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. നാസ്തികന്മാർ നിഷേധിക്കുമ്പോഴും, നിരീശ്വരവാദികൾ നിരാകരിക്കുമ്പോഴും, യുക്തിവാദികൾ ഷാഠ്യം പിടിക്കുമ്പോഴും, ഭൗതികവാദികൾ അതിനെ നിഷേധിക്കുമ്പോഴൊക്കെ ലോകത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴാണ് ഖിയാമത്ത് നാൾ. നാസ പറയും അതെ, ലോകത്തിൻ്റെ അവസാനം 2880 ഉണ്ടാകും. 2880 മാർച്ച് മാസം 16-ാം തീയതി ലോകത്തിന് അവസാനം ഉണ്ടാകും. എന്താ കാരണം? അമേരിക്കയിലെ അതിപുരാതന
സംസ്കാരമാകുന്ന മായൻ കലണ്ടർ, ഈ മായൻ കലണ്ടറിൻ്റെ അഭിപ്രായത്തിൽ 2012 ഡിസംബർ 21 ഖിയാമത്ത് നാൾ ഉണ്ടാവണമായിരുന്നു. അത് ഉണ്ടായില്ല. പിന്നീടും ഗവേഷണം നടത്തി പര്യവേഷണം നടത്തിയിട്ട് നാസ പറഞ്ഞു, അതെ, ഈ ലോകത്തിന് അവസാനം ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ 2880 മാർച്ച് 16 ഈ ലോകത്തിന് അവസാനമുണ്ടാകും. കാരണം എന്താണ്? സെക്കൻഡിൽ 15 കിലോമീറ്റർ സഞ്ചരിക്കുന്ന 1950 DA എന്ന് പറയുന്ന ഒരു ഗ്രഹം അത് ഭൂമിയിലേക്ക് പതിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനെ കണ്ടെത്തിയത് 1950 ഫെബ്രുവരി മാസം 17 ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പര് മുങ്ങി. പിന്നീട് 2000 ആയപ്പോൾ ഒന്ന് കാണാൻ വന്നു, നേരം പുലർന്ന് വന്നു. പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ട് ഇപ്പം ശാസ്ത്രലോകം പറയുന്നത് ലോകത്തിൻ്റെ അവസാനം 2880 മാർച്ച് 16 ഉണ്ടാവും. അതേപോലെ തന്നെ ശാസ്ത്രം വീണ്ടും പറയുന്നു. ഇപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ കത്ത് പുറത്തു വന്നു. അയാൾ പറയാണ് 2060 എന്ന് പറഞ്ഞാൽ 35 വർഷം കൂടിയേ ഉള്ളൂ ഈ ലോകത്തിന് നിലനിൽപ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലദീന യുമാറൂന ഫിസ്സഅതി ലഫീ ളലാലിൻ ബഈദ്. തീർച്ചയായും ലോകാവസാനം എന്നാണ്, എപ്പോഴാണ് എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം അവർ വിദൂരമായ വഴികേടിലാണ്. പിന്നെയോ ലോകാവസാനത്തെക്കുറിച്ച് അള്ളാഹു എന്തു പറഞ്ഞോ അത് മാത്രമാണ് സത്യം. ശാസ്ത്രം എത്രത്തോളം പുരോഗതി പ്രാപിച്ചാലും ആര് തന്നെ എത്രത്തോളം എതിർത്താലും പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലോകാവസാനം എന്ന് ഒരിക്കലും പ്രഖ്യാപിക്കാത്ത കാലത്തോളം ഒരാൾക്കും അതിനെ വ്യക്തമാക്കാൻ സാധിക്കില്ല. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹുവ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ശാസ്ത്രം എത്രത്തോളം നിഷേധിച്ചാലും ഉൾക്കൊണ്ടാലും നാം മനസ്സിലാക്കേണ്ടത് ഭൗതിക ശാസ്ത്രത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ആകെ പ്രപഞ്ചത്തിൻ്റെ 4% മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ 96% ഇന്ന് ശാസ്ത്രത്തിന് ഇരുട്ടാണ്, അജ്ഞാതമാണ്. അവർ കണ്ടെത്തിയിരിക്കുന്നത് 2025 ഈ ഫെബ്രുവരി മാസം ഈ സമയം വരെ ശാസ്ത്രലോകം വിചിന്തനം നടത്തി, പരിവേഷണം നടത്തി, നിരീക്ഷണം നടത്തി, ഗവേഷണം നടത്തി കണ്ടെത്തിയിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ 4% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ബെരിയോണിക് മാറ്റർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായ ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും തുടങ്ങിയ പദാർത്ഥ ലോകം, ആ പദാർത്ഥ ലോകം ഒന്നാം ആകാശത്തിന് താഴെയുള്ള 4% ലോകത്തെക്കുറിച്ച് മാത്രമേ ഈ സെക്കൻഡിലും ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 96% ഡാർക്ക് മാറ്ററാണ്. ഡാർക്ക് എനർജി 25%, ഡാർക്ക് മാറ്റർ 71%. ഈ ഇരുണ്ട ഒരു ലോകത്തെക്കുറിച്ച് പ്രകാശത്തിന് പോലും സഞ്ചരിക്കാൻ, കടന്നു പോകാൻ സാധിക്കാത്ത ആ ഒരു ലോകത്താണ് ഇന്നും ശാസ്ത്രമുള്ളത്. 96%ത്തെക്കുറിച്ച് അജ്ഞത, 4% മാത്രമാണ് ആധുനിക സയൻസിൻ്റെ പുരോഗതി എന്ന് പറയുന്നത്. ആ വിവരം വെച്ചിട്ടാണ് അതേ ലോകത്തിന് അവസാനമില്ല, അല്ലെങ്കിൽ 2880 നടക്കുമെന്ന് പറയുന്നത്. എന്തായാലും അല്ലാഹു തആല പറഞ്ഞു, ലോകാവസാനം എന്ന് നടക്കും നിങ്ങൾക്കറിയില്ലെങ്കിലും അതിൻ്റെ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ലോകം അവസാനിക്കാൻ പോകുന്ന അതിന് മുന്നോടിയായിട്ടുണ്ടാകുന്ന അടയാളങ്ങൾ അത് എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ബഹുമാനപ്പെട്ട റാഫി മൗലവി വിശകലനം ചെയ്യും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ അടയാളം എന്തിനാണ് അല്ലാഹു പറയണത്? ഈ ലോകാവസാനത്തിന് മുമ്പുള്ള അശ്റാത്തുകൾ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാം ലോകാവസാനത്തിന് മുമ്പ് അതിൻ്റെ അശ്റാത്തുകൾ, അതിൻ്റെ അമാറത്തുകളെ അല്ലാഹു പറയുന്നത് എന്തിനാണെന്നറിയുമോ? ഈഖാദുൽ ഗാഫിലീന വഹസ്സിഹിം അല തൗബതി വൽ ഇസ്തിഅദാദി. എന്നെയും നിങ്ങളെയും മരിക്കുമെന്ന ബോധമുണ്ടാക്കി തീർത്തിട്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ അശ്രദ്ധരായി കഴിയുന്ന ആൾക്കാരെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്തിൻ്റെ അലാമത്തുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ലോകാവസാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും എൻ്റെയും നിങ്ങളുടെയും അവസാനത്തെക്കുറിച്ച്, ആയുസിൻ്റെ അവസാനത്തെക്കുറിച്ച് ചിന്തിച്ച് ഈ നൈമിഷികമായ ജീവിതത്തിനപ്പുറം
കാലാകാല ജീവിതത്തിൽ അതേ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ എനിക്ക് എത്രത്തോളം അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും, അതല്ല നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമോ എന്ന ഭയത്തോടുകൂടി പാപകർമ്മങ്ങളിൽ അകന്നുകൊണ്ട് മുൻകറാത്തുകളിൽ നിന്നും മുൻകറാത്തുകൾ വെടിഞ്ഞുകൊണ്ട് സ്വയം ജീവിതം ധാർമ്മികതയിൽ സദാചാര ബോധത്തിൽ അള്ളാഹുവിനോടുള്ള ഭയത്തിൽ ആക്കി തീർത്ത് ജീവിക്കാൻ നമുക്ക് സാധ്യമാവുക. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളെ ഓരോ അടയാളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും നാം പറയണം, ഹാദാ മാ വഅദനല്ലാഹു വ റസൂലുഹു സദഖല്ലാഹു വ റസൂലുഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത് പറഞ്ഞതാണ്. ഓരോ അടയാളങ്ങൾ നേർക്കുനേരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അടയാളങ്ങളൊക്കെ ലോകത്തിൻ്റെ അവസാനത്തിന് മുമ്പ് അള്ളാഹു കൊണ്ടുവരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ഈ സെമിനാറിലൂടെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സെമിനാറിനെ പരമകാരുണികനായ കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വിനീത വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.